പക്ഷെ കുട്ടി ചത്താലും അതിൻ്റെ കൈ അങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആ പിടുത്തം പോവില്ല, ആ ബോഡി എങ്ങനെ പിടിച്ചു തൂങ്ങിയിരിക്കും. തൻ്റെ കുട്ടിയോടുള്ള അമിതമായ ഒരു വാത്സല്യം കൊണ്ട് ആ കുരങ്ങനൊരിക്കലും കുട്ടിയെ വിടില്ല. പിന്നെ അതിൻ്റെ ദുർഗന്ധം വന്ന് അതിൻ്റെ ശരീരത്തിലുള്ള പുഴു തൻ്റെ വയറിൽ കുത്തുമ്പോഴാണത്രേ ആ കുട്ടിയെ വേർപ്പെടുത്തുള്ളൂ എന്നാണ്. അപ്പം അതുവരെ ആ ചീഞ്ഞളിഞ്ഞിരിക്കുന്ന ജഡത്തെ തൂങ്ങിപ്പിടിക്കാൻ ആരനുവദിക്കും? കുരങ്ങൻ അനുവദിക്കും. ഇതുപോലെ നമ്മൾ മരണമുള്ള ഒന്നിനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അത് ബലാത്കാരേണ മനസ്സിന് വിടുമ്പോൾ ആ മനസ്സിന് വേദനയും ദുഃഖവും വിഷവുമായി ഇനിയും ഇവിടുന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളാം. പ്രായം കൂടുന്തോറും ഈ ശരീരം ആരോടെടുക്കുന്നു? മരണത്തോടെടുക്കുകയാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാൽ അപരിഹാര്യത്തെ നത്വം ശോചിതുമർഹസി. ഇതിനെ ആർക്കും പരിഹരിക്കാൻ സാധ്യമല്ല. ജനിച്ചതിനെല്ലാം മരണം പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് അർജുന, നീ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് വേണം? മരണമുള്ളതിൽ നിന്നും മനസ്സിനെ ക്രമേണ ക്രമേണ വേർപ്പെടുത്തിക്കൊണ്ടുവരണം. അപ്പം ഏതിലേക്ക് കൊണ്ടുവരണം? ഭഗവാനിലേക്ക്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ അങ്ങയെ കണ്ടുകൊണ്ട് ആ പാതാരബിന്ദത്തിൽ മനസ്സുറപ്പിക്കാൻ വേണ്ടി ഇനി ഞാൻ വീട്ടിൽ നിന്ന് വിട്ടുകൊള്ളാം. അങ്ങനെ ക്രമേണ നമ്മുടെ മനസ്സിനെ ഉയർത്തണം. ആളുകൾക്ക് അതൊക്കെ ഇങ്ങോട്ട് മനസ്സിലാവണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഈ ശരീരബോധത്തിൽ നിന്നും ക്രമേണ മനസ്സ് ആരിലേക്ക് വരണം? അപ്പം മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ വേണ്ടാത്ത ചിന്തകളിൽ നിന്നൊക്കെ മാറ്റിയിരിക്കണം. അങ്ങനെയായിരിക്കാം കപിലൻ്റെ അച്ഛൻ അവിടെ നിന്ന് വിടാൻ തയ്യാറായത്. കപില ഭഗവാൻ പറയാണ്, വളരെ നന്നായി അച്ഛ, അങ്ങ് ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞില്ലേ, സന്തോഷമായി എനിക്ക്. ഏതന്മേ ജന്മലോകസ്മിൻ മുമുക്ഷൂണം ദുരാശയാൽ പ്രസംഖ്യാനായ തത്വാനം സമ്മതായ ആത്മദർശനേ. ഞാൻ ഈ ലോകത്തിലേക്ക് അവതരിച്ചിരിക്കുന്നത് തന്നെ ദുരാശയാൽ മുമുക്ഷൂണം. വളരെ ശ്രദ്ധിക്കണേ പ്രയോഗങ്ങളൊക്കെ. എന്തിനാ ഭഗവാൻ അവതരിച്ചിരിക്കുന്നതെന്നറിയോ? ദുരാശയാൽ. ദുരാശ എവിടെയാ വരിക? എല്ലാ ആശകളും ദുരാശകളൊക്കെ എവിടെയാ വരിക? മനസ്സിലോ ശരീരത്തിലോ? ശരീരത്തിലല്ലോ, മനസ്സിലാണ്. ദുരാശയാൽ മുമുക്ഷു, അതിൽ നിന്ന് മോചനം കൊടുക്കാൻ. ഏതിൽ നിന്ന് മോചനം? ദുരാശകളിൽ നിന്ന്. അപ്പം വേണ്ടാത്ത ചിന്തകളിൽ നിന്നും മനുഷ്യ മനസ്സിനെ മോചിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ ആത്മദർശനേ എന്തു വരണം? ആത്മദർശനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവതരിച്ചിരിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്നത് തരാനല്ല ഭഗവാൻ അവതരിക്കുന്നത്. ശ്രദ്ധിക്കുക പ്രയോഗങ്ങളൊക്കെ. നമ്മൾ അങ്ങനെ ഹിന്ദുക്കൾ വഴിതെറ്റിപ്പോയി. അമ്പലത്തിൽ ചെന്നിട്ട് പൊട്ടത്തരങ്ങൾ പറഞ്ഞ് അത് തരൂ, ഇത് തരൂ, ഇത് തരൂ, അത് തരൂ എന്ന് പറഞ്ഞിട്ടേ അതിനങ്ങനെ ഓരോ വഴിപാടുകളും. വലിയ കാര്യം നേടിയെടുക്കാൻ വലിയ വെടിയും, ചെറിയ കാര്യം നേടിയെടുക്കാൻ ചെറിയ വെടിയും. അങ്ങനെയൊക്കെ നമ്മൾ ജ്യോത്സ്യന്മാരൊക്കെ കൂടി പായസവും അതും ഇതൊക്കെ കഴിപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങനെ ഒരു ധാരണയിലാണ്. അമ്പലത്തിലൊക്കെ ചെന്നിട്ട് ഓരോന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛനോട് പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് ചോദിക്കുന്നത് കൊടുക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് ഓരോരുത്തരുടെയും മനസ്സിനെ ദൗർബല്യങ്ങളിൽ നിന്നും ഉയർത്തി അവസാനം അവർക്ക് എന്ത് കൊടുക്കണം? ആത്മദർശനം. എന്താ വേണ്ടത്? ആത്മദർശനം. അതെന്തിനാ ആത്മദർശനം വേണ്ടത്? കാരണം ആത്മാവിൽ നിന്നാണ് ഏത് വന്നിരിക്കുന്നത്? മനസ്സ് വന്നിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ശ്രദ്ധിക്കൂ. ഇത് നിങ്ങളുടെ തലയിലേക്ക് കയറിയ എളുപ്പം കാര്യം മനസ്സിലാവും. ഈ ശരീരം അത് എവിടെ നിന്ന് വന്നുവോ അതിലേക്ക് തിരിച്ചു പോവും. നിങ്ങളിനി എത്ര അമ്പലത്തിൽ പോയാലും എത്ര ജപിച്ചാലും നാമം ജപിച്ചാലും എന്തൊക്കെ ചെയ്താലും ഈ ശരീരത്തിൻ്റെ അവസാന യാത്ര എന്ന് പറയുന്നത് പ്രകൃതിയിലേക്കാണ്. കാരണം പ്രകൃതിയുടെ നിയമം എന്താണെന്ന് വെച്ചാൽ ഏതിൽ നിന്ന് വന്നുവോ അത് അതിലേക്ക് തിരിച്ചു പോകും. ക്ലിയർ അല്ലേ അത്? അതുകൊണ്ട് ശരീരം എങ്ങനെയൊക്കെ നമ്മൾ സൃഷ്ടിച്ചാലും സൃഷ്ടിച്ചില്ലെങ്കിലും ഇതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനി എന്ന് പറയുന്നത് പ്രകൃതിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതായിരിക്കണം, എങ്കിൽ എൻ്റെ മനസ്സിൻ്റെ അവിടുത്തെ ഗതി എന്താണ്? അവസാനത്തെ ഗതി എന്താണ്? മനസ്സെങ്ങോട്ടാ പോവുക? ആണല്ലോ എല്ലാവരുടെ മുന്നിലുള്ള ചോദ്യമാർക്ക്. അച്ഛൻ മരിച്ചു, അമ്മ മരിക്കണോ, മുത്തശ്ശൻ മരിക്കണോ, മുത്തശ്ശി മരിക്കണോ? ഈ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മനസ്സെങ്ങോട്ടാണ് പോയിരിക്കുന്നത്? അപ്പം നമ്മൾ ഹിന്ദുക്കൾ എന്താണ് പിണ്ടകർമ്മങ്ങൾ ചെയ്യണോ? കാക്കയുടെ രൂപത്തിൽ അച്ഛൻ വരുമ്പോൾ നമുക്കൊരു സമാധാനം, ഓ അച്ഛൻ ഇപ്പോഴും കാക്കയിട്ടിരിക്കേണ്ടതെന്ന്. അല്ലാതെ നമുക്കറിയില്ല ഇത് എവിടെയാണോ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടത്.
പ്രകൃതിയുടെ നിയമം ശരീരത്തിന് മാത്രമല്ല, അത് ഏതിനും ഉണ്ടായിരിക്കണം? മനസ്സിനും ഉണ്ടായിരിക്കണം. അപ്പം തീർച്ചയായിട്ടും മനസ്സിനും പ്രകൃതിയിലേക്ക് ശരീരം പോയതുപോലെ ഒരു ഉറവിടത്തിലേക്ക് ചെന്ന് ചേരേണ്ടതുണ്ട്. അതേതാണ് ആ ഉറവിടം? ഇതാണ് ഭാരതീയ ഋഷീശ്വരന്മാർ ചിന്തിച്ചത്. ശരീരത്തിൻ്റെ ഉറവിടം പ്രകൃതി എന്ന പോലെ മനസ്സിൻ്റെ ഉറവിടം അവർക്ക് മനസ്സിലായി. മനസ്സിൻ്റെ ഉറവിടം പുറമേ ഒന്നുമല്ല ഇരിക്കുന്നത്. മനസ്സിൻ്റെ ഉറവിടം മനസ്സിനെ ഉണർത്തുന്ന, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണെങ്കിൽ അതിനെ തന്നെയാണ് ആത്മാവെന്ന് വിളിച്ചതെങ്കിൽ അവസാനം മനസ്സെത്തിച്ചേരേണ്ടത് ആത്മദർശനം. ഇതിലേക്ക് എത്തിച്ചേരണം? ആത്മാവിലേക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മഹർഷിമാരായിരിക്കുന്ന ആളുകൾ, ജീവിച്ചിരുന്ന മഹർഷിമാർ, അതായത് രമണ മഹർഷിയെ പോലുള്ള ആളുകൾ, അവർ ഈശ്വര ദർശനം എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയിട്ടുണ്ടായ ഒരു അനുഭൂതിയല്ല അവർ പറഞ്ഞിരിക്കുന്നത്. അവസാനം അവർ പറഞ്ഞിരിക്കുന്നത് ആത്മദർശനം, ഈശദർശനം. ഇതാണ് ആത്മദർശനം, ഈശ്വര ദർശനം എന്നാണ്. അവസാനം അതിലേക്ക് എത്തിച്ചേരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏഷ ആത്മവദോ വ്യക്തോ നഷ്ടകാലേന ഭൂയസാ തം പ്രവർത്തയിതും ദേഹം ഇമം വിദ്യമയാഭൃതം. ഏഷ ആത്മവദോ അവ്യക്തോ, തൻ്റെ മനസ്സിനെ ആത്മാവിലേക്ക് നയിക്കേണ്ട മാർഗം അവ്യക്തമാണ്. പലർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പോഴും നമുക്കുണ്ടല്ലോ, നമ്മൾ ആധ്യാത്മികമായിട്ടൊക്കെ കുറച്ചു നേരം ഇരിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് അറിയുന്നുള്ളൂ എത്രത്തോളം നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടെന്ന്. കുറച്ചു നേരം ഇരുന്ന് നാമം ജപിക്കുമ്പോഴേക്കും ഉറക്കം തൂങ്ങുക, അല്ലെങ്കിൽ മനസ്സ് ഏകാഗ്രമാവാതിരിക്കുക, ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകുമ്പോൾ അപ്പോഴും നമുക്ക് അവ്യക്തമാണ് ഈ കാര്യം, മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം വ്യക്തമാക്കി കൊടുക്കാൻ നഷ്ടക്കാലേന ഭൂയസാം, കാലം കൊണ്ട് നഷ്ടമായിരിക്കുന്ന ഈ അറിവിനെ ഞാനിതാ അവർക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അച്ഛ. അതുകൊണ്ട് അച്ഛൻ ഗച്ഛകാമമ്മയാ പൃഷ്ടോ മയി സന്യസ്തകർമ്മണാം ജിത്വാ സുദർജയം മൃത്യും അമൃതത്വായ മാംബജാം. അച്ഛൻ ഇനി ഈ വീട് വിട്ട് സന്യസ്ത കർമ്മണ, എല്ലാ കർമ്മങ്ങളും മനസ്സിൽ നിന്ന് വിട്ടുകൊണ്ട് അച്ഛൻ ഇവിടുന്ന് പോയിക്കോളൂ. അമൃതത്വായ, അച്ഛൻ അമൃതത്വം അനുഭവിക്കാൻ പറ്റും. മാം ഭജ, നല്ലവണ്ണം എന്നെ ഭജിക്കൂ അച്ഛ എന്ന് പറഞ്ഞ് താൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛന്. ഇവിടെ കപില ഭഗവാൻ അച്ഛന് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മാം ആത്മാനം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയം ആത്മന്യാത്മനാവീക്ഷ്യ വിശോകോ അഭയമൃച്ഛസി. ഞാൻ വായിക്കുന്നത് 24-ാമത്തെ അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകമാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കൂ നിങ്ങൾ. ഭഗവാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, മാം ആത്മാനം, ഞാൻ ആരാണ്? ആത്മാവാണ്. എവിടെ ഇരിക്കണോ? സ്വയം ജ്യോതി. സ്വയം ജ്യോതി എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. സർവഭൂതഗുഹാശയം എവിടെ ഇരിക്കണോ? എല്ലാവരിലും. അപ്പം നോക്കൂ, നമ്മൾ ഒരിക്കലും നമ്മളെ താഴ്ത്തരുത്. ഈ ബോധം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം. എന്നെ ഓരോ നിമിഷവും ഇവിടെ നിലനിർത്തുന്നത് ഭഗവാനാണ്. നമ്മൾ കുട്ടികളെ പോലെ പറയരുത് അമ്പലത്തിലാണ് ദൈവം എന്നുള്ളത്. മനസ്സിലായില്ലേ? നമ്മൾ കുറേ മെച്ചുവേർഡ് ആവണം ഈ കാര്യത്തിൽ. കാരണം അവതാരമൂർത്തികളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് എവിടെയോ അല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. അപ്പം നിങ്ങളുടെ കൂടെ ഈശ്വരനില്ലാത്തൊരു സമയമുണ്ടോ? അപ്പം നമ്മൾ വിഷമിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും ആ സമയത്ത് നമ്മുടെ കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഭഗവാൻ ഗീതയിൽ പറയുന്ന ഈ ശ്ലോകം ഉണ്ടല്ലോ, നല്ലവണ്ണം ഉറപ്പിച്ചു വയ്ക്കൂ. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്ധ്യോ വേത്തിദം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദാം ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമാം. ഭഗവാൻ പറയുന്നു, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം. ഏതാ ക്ഷേത്രം എന്ന് പറയുന്നത്? ശരീരത്തെയാണ് ഭഗവാൻ ക്ഷേത്രം എന്ന് പറയുന്നത്. ഗീതയിൽ ഭഗവാൻ ഇതാണ് ഉറപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിലിരിക്കുന്ന, ശരീരത്തിലിരിക്കുന്ന ചൈതന്യത്തെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞത്. എല്ലാം അറിയുന്നവൻ. ആ ക്ഷേത്രജ്ഞൻ തന്നെയാണ് സർവക്ഷേത്രേഷു. ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല, എല്ലാ ക്ഷേത്രത്തിലും. അപ്പം ഈ ഒരു ബോധം നമ്മൾ ക്രമേണ ഉറപ്പിച്ചുകൊണ്ടുണ്ടല്ലോ ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ നശിക്കുന്ന ശരീരവും നമുക്കുണ്ട്, നശിക്കാത്ത മനസ്സ് മാത്രമാണോ? ഭഗവാനും നമ്മുടെ കൂടെയുണ്ട്. അപ്പം നശിക്കുന്ന ശരീരത്തിൽ നിന്നും മനസ്സിനെ ആരിലേക്ക് എത്തിക്കണം?
നശിക്കാത്ത ഭഗവാനിലേക്ക് എത്തിക്കണം. ശരിയല്ലേ? ചിന്തിക്കൂ നിങ്ങൾ. ഇത് തന്നെയല്ലേ ജീവിതത്തിൽ എത്തിച്ചേരേണ്ടത്? ഇപ്രകാരം അച്ഛന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, വിശോകോ അഭയമിച്ഛതി. അച്ഛൻ പോകൂ, എല്ലാ ശോകത്തിൽ നിന്നും മനസ്സിനെ മുക്തമാക്കിക്കൊണ്ട് അച്ഛൻ പോകൂ. അങ്ങനെ അച്ഛനെ സന്തോഷത്തോടുകൂടി പറഞ്ഞയച്ചു. ആര്? പുത്രൻ. ഇന്ന് നമുക്കങ്ങനെ പുത്രന്മാരില്ല. ഉണ്ടോ? ശരിക്കും പുത്രന്മാരൊക്കെ കുട്ടിക്കാലത്തെ ഇതൊക്കെ പഠിച്ചിട്ട് പുത്രൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഒരു പുത്രനും കൂടി ആയി കഴിഞ്ഞാൽ ഉടനെ അച്ഛനോട് പറയേണ്ടത് തലയിൽ കൈവച്ചിട്ട് ഇനി അച്ഛൻ നല്ലോണമൊക്കെ ഭജിച്ചിട്ടൊക്കെ വരും അച്ഛ, അതൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ ഇന്നത്തെ പുത്രന്മാർ പറയില്ല. കാരണം പുത്രന്മാർക്കറിയാം കല്യാണം കഴിയുന്നതോടുകൂടി അച്ഛനും അമ്മയും അവൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പുത്ര പോ, ജോലി എടുത്തിട്ട് വാ, ഞങ്ങളിവിടെ ഇരുന്നോളാം. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് നിവൃത്തിയില്ല, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളിതൊക്കെ അഭ്യസിക്കാം, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കഴിഞ്ഞ് അച്ഛൻ പോയി. അമ്മയും പുത്രനും മാത്രമായി. അച്ഛനാണെങ്കിലോ കാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം തപസ് ചെയ്യാൻ സരസ്വതി നദി തടത്തിൽ ചെന്നിട്ട് വാസുദേവേ ഭഗവതി സർവജ്ഞേ പ്രത്യേകാത്മനി പരേണ ഭക്തിഭാവേന ലബ്ധ്വാത്മാ മുക്തബന്ധനം ആത്മാനം സർവഭൂതേഷു ഭഗവന്തമവസ്ഥിതം അവശ്യൽ സർവഭൂതാനി ഭഗവതി അപീച്ച ആത്മനി ഇച്ഛാദ്വേഷവിഹീനേന സർവത്ര സമചേതസാം ഭഗവൽ ഭക്തിയുക്തേന പ്രാപ്താ ഭാഗവതീ ഗതി വാസുദേവേ ഭഗവതി. വാസുദേവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാം ഇവിടെ അർത്ഥാക്കുന്നത്. എല്ലാവരിലും വസിക്കുന്ന ദേവനാണ് വാസുദേവൻ. ആ വാസുദേവനിൽ തന്നെ തൻ്റെ ആത്മനി പ്രത്യക്ഷമായ ആത്മസ്വരൂപനായ ചൈതന്യസ്വരൂപനായ ഭഗവാനിൽ തന്നെ തൻ്റെ മനസ്സിനെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ആത്മാനം സർവഭൂതേഷു, ഇതേ ഭഗവൻ തന്നെയാണ് സർവഭൂതങ്ങളിലും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭഗവന്തമവസ്ഥിതം, ഭഗവത് സ്വരൂപമായിരിക്കുന്നതെന്ന് ഉറപ്പിച്ചുകൊണ്ട് അപശ്യൽ സർവഭൂതാനി ഭഗവതീ ച ആത്മനി, തന്നിൽ ഭഗവാനെ കാണാനും എല്ലാവരിലും ഭഗവത് സ്വരൂപമാണ് ഇരിക്കുന്നതെന്ന ബോധത്തോടുകൂടി മറ്റുള്ളവരെ ചിന്തിക്കാതെ, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ ഭഗവാനെ തന്നെ ചിന്തിച്ച് ഇച്ഛാദ്വേഷവിഹീനേന മനസ്സിലെ എല്ലാ ദൗർബല്യങ്ങളും നീങ്ങി സർവത്ര സമചേതസ, സുഖത്തിലും ദുഃഖത്തിലും മനസ്സ് സമതേജസ്സായി ഭഗവൽ ഭക്തിയുക്തേന, ഭഗവാനോട് മനസ്സ് ചേർന്നുകൊണ്ട് പ്രാപ്ത ഭാഗവതീ ഗതി. അച്ഛൻ എവിടെ എത്തിച്ചേർന്നു? ഭാഗവതീ ഗതി, ഭഗവൽ ഗതി കൈവരിച്ചു എന്നാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഏത് മനസ്സിനാണ് ഭഗവൽ ഗതി കൈവരിക്കാൻ പറ്റുക? സർവത്ര സമബുദ്ധയ, സമചേതസ്സായി തീർന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിന് ആരിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു? ഭഗവാനിലേക്ക്. അപ്പം നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് എങ്ങനെയുള്ളൊരു മനസ്സ് നേടിയെടുക്കണം? സമബുദ്ധിയുള്ളൊരു മനസ്സ് നേടിയെടുക്കാൻ സാധിക്കണം. നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്. അങ്ങനെ അച്ഛൻ അനുഗ്രഹീതനായി അവിടുന്ന് ആത്മാനുഭൂതി കൈവരിച്ചുകൊണ്ട് ഈശ്വരപ്രാപ്തി നേടിക്കൊണ്ട് പോയതിന് ശേഷം മകനും അമ്മയും ആ വീട്ടിൽ അങ്ങനെ താമസിക്കുകയാണ്, സരസ്വതി നദി തടത്തിലുള്ള വീട്ടിൽ. കാലം മുന്നോട്ട് പോയി, അമ്മയ്ക്ക് പ്രായമായി തുടങ്ങി, 19 വയസ്സാവാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് തോന്നി, ഈ പുത്രനും ഒരു ദിവസം എന്നെ വിട്ടുപോകും. പുത്രൻ പോകുന്നതിന് മുമ്പ് തൻ്റെ മനസ്സിനെ ആരിലേക്ക് അടുപ്പിക്കണം? ഭഗവാനിലേക്ക്. അതൊന്നും അന്ന് ഭർത്താവിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ അച്ഛൻ പുത്രനിൽ നിന്ന് വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹം നേരത്തെ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഭാര്യ ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുത്രനിൽ നിന്നതെല്ലാം മനസ്സിലാക്കിയെടുക്കണം എന്ന് മനസ്സിലാക്കി കപില സത്വസംഖ്യാത ഭഗവാൻ ആത്മമായ ജാതസ്വയം അജാ സാക്ഷാൽ ആത്മപ്രജ്ഞപ്തയേ നൃണം നഖ്യസ്യ വഷ്മണ പുംസം പരിഷ്ണ സർവയോഗിനം വിശ്രുതോ ശ്രുതദേവസ്യ ഭൂരി തൃപ്യന്തി മേ സവാം യദ്യൽ വിദത്തേ ഭഗവാൻ സ്വച്ഛന്ദാത്മാത്മമായാം താനിമേ ശ്രദ്ധദാനസ്യ കീർത്തിദാന്യന്നു കീർത്തയാം. ഇവിടെ ശൗനകാദി മഹർഷിമാർ പറയാണ്, ഇവിടെ സാഖ്യശാസ്ത്രത്തെ പ്രകടിപ്പിക്കാനായിട്ട് വന്ന കപില ഭഗവാൻ അമ്മയായിരിക്കുന്ന ദേവിക്ക് വർണ്ണിച്ചതെല്ലാം ശ്രദ്ധദാനസ്യ, ശ്രദ്ധയുള്ള ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അത് കേട്ട് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, വിതുരർക്ക് പറഞ്ഞു കൊടുത്തത് ഇവിടെ സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിതരി പ്രസ്ഥിതേരണ്യം മാതു പ്രിയജിഗീഷയാം തസ്മിൻ ബിന്ദു സരസേവാൽസീൽ ഭഗവാൻ കപിലക്കിലാം. അച്ഛൻ ആരണ്യത്തിലേക്ക് പോയതിനു ശേഷം അമ്മയോടുകൂടി താമസിക്കുന്ന കപില ഭഗവാൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കെ ഒരിക്കൽ അമ്മയ്ക്ക് തോന്നി, ഇനി ഈ പുത്രനെ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതമൊന്നും ഉയർത്താൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തമാസീനമകർമാണം
തത്വമാർഗാഗ്രദർശനം സ്വസ്തുതം ദേവഹുത്യാഹ ധാതു സംസ്മരതീവജാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ പുത്രൻ്റെ അടുത്ത് എത്തിയിട്ട് ആ പുത്രനെ പരമഗുരുവായി കണ്ടുകൊണ്ട്, പുത്രനായിട്ടല്ല കാണുന്നത്, തന്നെ ഉയർത്താൻ സാധിക്കുന്ന ഒരു ഗുരുവായി കണ്ടുകൊണ്ട് ആ അമ്മ പുത്രനെ നമസ്കരിക്കുകയാണ്. എന്നിട്ട് പുത്രനോട് പറയുന്ന ഭാഗങ്ങളാണ് ഇനി നമുക്ക് കാപിലയോപാഖ്യാനം എന്നുള്ള ഭാഗത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പ്രായമായ സ്വാമി ഇതൊക്കെ ഉള്ളിൽ കയറുമോ? പ്രായമായി കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവുമോ എന്ന്. ഇവിടെ പ്രായമുള്ള അമ്മയാണ് ആര്? ദേവഹൂതി. 9 പ്രസവിച്ചവരുടെ പ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ ഏറെക്കുറെ ഒരു 10-60 വയസ്സാവില്ലേ? ഉണ്ടോ? 10-30 വയസ്സുണ്ട് കപില ഭഗവാന്. അപ്പം അമ്മയ്ക്ക് നല്ലോണം വയസ്സുണ്ടാവില്ലേ? ഭാരതത്തിലുണ്ടല്ലോ വയസ്സന്മാർ പോലും സാക്ഷാത്കാരം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രായത്തെ ഒരിക്കലും നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്കൊരു തടസ്സമായി വെക്കരുത്. പ്രായം ആർക്കേ ഉള്ളൂ? ചൈതന്യത്തിനോ ശരീരത്തിനോ? ശരീരത്തിന്. ആർക്കില്ല? മനസ്സിനുമില്ല. ഞാൻ കേൾക്കായി അല്ലോ, കേൾക്കുന്നുണ്ട്.